Meet the editors. അവഗണിക്കാനാകുമോ എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, സമരത്തിൻ്റെ സ്വഭാവം മാറുകയാണ്. 36-ാം ദിവസത്തിലേക്ക് എത്തുന്നു. സമരത്തിൻ്റെ ഗിയർ മാറിത്തുടങ്ങി. ഇനിയിപ്പോൾ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് 20-ാം തീയതി. 4 ഗേറ്റുകളും സ്തംഭിപ്പിക്കുമെന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു ആ പ്രദേശത്ത്. തലസ്ഥാന നഗരത്തെ സ്തംഭിപ്പിക്കാൻ സാധിച്ചു കുറേ നേരത്തേക്കെങ്കിലും. അവഗണിക്കാനാകുമോ? നോക്കൂ, ഈ സമരത്തിൽ, ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാരിനും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന LDFനും രാഷ്ട്രീയമായ വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്ന് മാത്രവുമല്ല, ഈ സമരത്തോട് സർക്കാരും ഭരണമുന്നണിയും സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തിന് നമ്മളൊരു തെരഞ്ഞെടുപ്പ് വർഷത്തിലാണ് ഉള്ളത്. അപ്പോൾ അതിന് ഒരു വലിയ വില നൽകേണ്ടി വരും എന്ന് ആശങ്കപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. നമുക്കറിയാമല്ലോ, ഈ സംസ്ഥാനത്ത് ആകപ്പാട് 26,125 ആശാവർക്കർമാരാണുള്ളത്. വളരെ ചെറിയൊരു തൊഴിൽ സേനയാണത്. നമ്മളവരെ ആദ്യം അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒരു തൊഴിൽ സേന എന്നുള്ള നിലയ്ക്കല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു വേതന വ്യവസ്ഥയും അവർക്ക് ബാധകമാകാതിരുന്നത്. അവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഓണറേറിയമാണ്. തുടക്കത്തിൽ അത് 2 മണിക്കൂറുള്ളൊരു സർവീസായിരുന്നു. അപ്പോൾ അന്ന് 2 മണിക്കൂർ നമ്മൾ ഇൻസെൻറ്റീവ് കൊടുത്തു. പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത് 12 മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന ആശാവർക്കർമാരുണ്ടെന്ന് പറയുന്നു. ചില ദിവസങ്ങളിൽ അവരുടെ ജോലി 16 മണിക്കൂർ വരെ ആകും എന്നും പറയുന്നു. അപ്പോൾ അവർക്ക് എന്ത് വേതനമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കണക്ക് വളരെ വ്യക്തമാണല്ലോ. 232 രൂപയാണ് നമ്മൾ ഒരു ദിവസം ഒരു ആശാവർക്കറിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ 232 രൂപ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 13,500 രൂപയാണ് ഒരു മാസം ഒരു ആശാവർക്കറിന് കിട്ടുന്നത്. അത് 21,000 രൂപയായി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാനപരമായ ആവശ്യം. അതായത് ഒരു ദിവസം 700 രൂപ ഞങ്ങൾക്ക് ലഭിക്കണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ആശാവർക്കർമാർ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് നമ്മളൊന്ന് പരിശോധിക്കണമല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രായാധിക്യത്താൽ ആരും നോക്കാനില്ലാതെ കിടക്കുന്ന മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരുടെ അവസ്ഥ എന്താണ് എന്ന് സർക്കാരിനെ അറിയിക്കുന്നത് ആരാണ്? ആശാവർക്കർമാരാണ്. നമ്മുടെ സംസ്ഥാനത്ത് പരിസര മലിനീകരണം സംഭവിക്കുന്നുണ്ടോ? നമ്മളുടെ സംസ്ഥാനത്ത് ശുചിത്വം കൃത്യമായി പാലിക്കുന്നുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് ഗർഭിണികളാക്കപ്പെട്ട സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾക്ക് കൃത്യമായി വൈദ്യസഹായം ലഭിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ പാലിയേറ്റീവ് ആയിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ അടിസ്ഥാനപരമായ ആരോഗ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ആശാവർക്കർമാരെന്ന് പറയുന്നത്. ഇവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളുടെ ആരോഗ്യ നയം പോലും സ്വരൂപിക്കുന്നത്. ആ അർത്ഥത്തിൽ പ്രാഥമികവും എന്നാൽ വളരെ പ്രധാനവുമായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു തൊഴിൽ സേനയോട് നമ്മൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം. ഒരാൾക്ക് 232 രൂപ കൊടുത്ത് ജീവിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മുടേത്. അപ്പോൾ ആ പൈസയുടെ മാത്രം പ്രശ്നമല്ല, ഏത് തരത്തിലുള്ള സേവനം ചെയ്യുന്ന ആളുകളോടാണ് നമ്മൾ ഈ രീതിയിൽ സമീപനം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇപ്പോൾ അവരൊരു സമരത്തിലേക്ക് വന്നു. ആ സമരത്തെ ആദ്യം മുതൽ തന്നെ സർക്കാർ ഏതൊക്കെയോ മേഖലകളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ഗൂഢാലോചനകളുടെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ള വിഭാഗമാണ് ഇവരെന്നുള്ള സമീപനം എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആദ്യം മുതൽ തന്നെ ഒരു ഗൂഢാലോചന ഈ സമരത്തിന് പിന്നിലുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു. ഇപ്പം നമ്മുടെ ബാലഗോപാൽ ആദ്യം പറഞ്ഞത് എന്താ? കുത്തി ഇളക്കി വിട്ട സമരം എന്നാണ് പറഞ്ഞത്. പിന്നീട് ഇങ്ങോട്ടേക്ക് എല്ലാ നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ തന്നെയാണ്. SUCI-ക്കാരാണ് ആദ്യം ഈ സമരത്തിന് പിന്നിലുള്ളത് എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് SDPIയും ജമായത്തും ഇളക്കി വിട്ടിരിക്കുന്ന സമരമാണിതെന്ന് പറയുന്നു. അതുകൂടാതെ ഏറ്റവും അവസാനം നമ്മൾ കേട്ടത് BJPയും അതുപോലെ തന്നെ കോൺഗ്രസും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പ്ലേ ആണ് ഇത് എന്ന് പറയുന്നു. നോക്കൂ, ഈ സമരത്തിൻ്റെ പിന്നിലെ ഗൂഢാലോചന അവിടെ നിൽക്കട്ടെ, മറിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ, മറിച്ച് ഈ സമരം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ വളരെ പ്രധാനമല്ലേ? നമ്മളൊരു സമരത്തെ സമീപിക്കുന്നത് എങ്ങനെയാണ്? ആ സമരക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടല്ലേ. ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഞാൻ LDFനെ ഒട്ടും തന്നെ കുറച്ച് കാണുന്നില്ല. കാരണം ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച സമീപനം എടുത്തിട്ടുള്ള ഭരണ മുന്നണിയാണ് LDF എന്ന കാര്യത്തിൽ ആർക്കാ സംശയം? ഇപ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓണറേറിയം തുകയിലേക്ക് അവരുടെ ഈ പറയുന്ന വേതനം എത്തിച്ചതിനകത്ത് LDF സർക്കാരുകൾക്ക് ഒരു വലിയ റോളുണ്ട്. അപ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ സമരത്തോട് ഇപ്പോൾ എടുത്തിരിക്കുന്ന സമീപനം ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഏത് സമരവും രാഷ്ട്രീയമായി ആളുകൾ ഉപയോഗിക്കുന്നേ, ഒരു സംശയവും ആ കാര്യത്തിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. ആ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ റോഡിലേക്ക് ഇറങ്ങുന്ന ചെയ്യുന്ന സമരത്തിനൊക്കെ പിന്തുണ പ്രഖ്യാപിക്കാൻ ധാരാളമായ രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും. നിങ്ങൾ പരിശോധിക്കേണ്ടത് ഈ സമരത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ നമുക്ക് പരിഗണിക്കാവുന്നതാണോ അല്ലയോ എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഗൂഢാലോചനയുടെ തിയറി പറഞ്ഞുകൊണ്ട്, ഒരു കോൺസ്പിറസി തിയറി പറഞ്ഞുകൊണ്ട് ഇതിനോട് വളരെ വിമുഖതയോടുകൂടി സമീപനം സ്വീകരിക്കുന്നത്. നോക്കൂ, ഈ 26,125 ആശാവർക്കർമാർ, അതിൽ 500 പേരെ സമരത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ എന്ന് പറയുന്നു. എന്തൊക്കെ പരിപാടികളാണ് ഇതിനിടയിലൂടെ ആസൂത്രണം ചെയ്തത്? ആ സമരത്തെ പൊളിക്കാൻ ശ്രമിക്കുന്നു. അതിന് മുന്നിൽ നിൽക്കുന്ന ആരാണ്? ഒരു ട്രേഡ് യൂണിയൻ സംഘടനയാണ്. CITU പോലൊരു സംഘടനയാണ് അത് പൊളിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ഉപരോധം നടക്കുന്നതിൻ്റെ ദിവസം തന്നെ സംസ്ഥാനത്തുടനീളം പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഈ രീതിയിലൊക്കെയാണ് ഇതിനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതൊക്കെ വളരെ പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുകയും വളരെ നെഗറ്റീവായൊരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സമരത്തിൽ 500 പേരേ ഉള്ളൂ എന്നിരിക്കട്ടെ,
ഒരു തൊഴിൽ സേന മൊത്തത്തിൽ സമരം ചെയ്തിട്ടുള്ള ഒരവകാശവും കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കരിങ്കാലികൾ എന്നൊരു പ്രയോഗം തന്നെ കേരളത്തിലുണ്ടല്ലോ. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രയോഗിക്കുന്നത്? ഒരു സമരത്തിന് ഇറങ്ങി ചെല്ലും, അപ്പോൾ കുറേ പേര് സമരത്തിന് വരത്തില്ല. പക്ഷേ ഈ സമരത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന നേട്ടം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാശായി പോക്കറ്റ് വാങ്ങിച്ച് വയ്ക്കുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ആളുകളും ഉണ്ടാകും. പക്ഷേ എപ്പോഴും ഒരു തൊഴിൽ സേന ഒന്നടങ്കം സമരം ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇതൊരു ചെറിയ തൊഴിൽ സേനയാണ്, ഇതൊരു വോട്ട് ബാങ്കും അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ NGO യൂണിയൻ സമരം ചെയ്തിട്ടില്ലേ? NGO അസോസിയേഷൻ സമരം ചെയ്തിട്ടില്ലേ? അവരൊക്കെ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയിട്ടില്ലേ? ഇനി സമരം ചെയ്തില്ലെങ്കിലും സമ്മർദ്ദത്തിലാക്കി നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? അപ്പോൾ ആ രീതിയിൽ സംഘടിതമായ തൊഴിൽ ശക്തികൾ സമരം നടത്തുമ്പോൾ അതിനു മുമ്പിൽ കീഴ്പ്പെടുന്ന സർക്കാരുകളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ സമരങ്ങൾ പോലെയല്ല ഈ സമരം. ഇതൊരു ചെറിയ വിഭാഗമാണ്. അതുകൊണ്ട് ഇവരോട് ഈ രീതിയിലൊക്കെ പെരുമാറാൻ കഴിയുമെന്നൊരു ധാർഷ്ട്യം സർക്കാരിനുണ്ടാകുന്നത് നല്ലതാണോ? ഒരു ഗൂഢാലോചന സിദ്ധാന്തം ആരോപിച്ചുകൊണ്ട് അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ 5 വർഷം കൂടുമ്പോൾ നമ്മൾ കൃത്യമായ ശമ്പള പരിഷ്കരണം നടപ്പാക്കാറുണ്ടല്ലോ. എന്തിനാ ഈ എല്ലാ 5 വർഷവും കൃത്യമായി ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത്? നമ്മളുടെ ജീവിതത്തിൽ ഈ വിലയൊക്കെ കൂടുന്നതുകൊണ്ട് ആ വില സൂചികയ്ക്കനുസരിച്ച് നമ്മളുടെ പർച്ചേസിംഗ് പവർ കൂട്ടണം, നമ്മളെ അതിനായി എക്വിപ്പ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാ 5 വർഷം കൂടുമ്പോൾ നമ്മൾ ശമ്പള പരിഷ്കരണം നടത്തുന്നത്. ഈ ശമ്പള പരിഷ്കരണം നടത്തിയില്ലെങ്കിൽ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? സർക്കാരിനെ ചലിപ്പിക്കത്തില്ല ഇവിടുത്തെ ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന വിഭാഗം, അല്ലേ? ഈ കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ ശമ്പള പരിഷ്കരണം നടത്തിയായിരുന്നല്ലോ. ഇനിയിപ്പം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2002 ആൻ്റണി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആൻ്റണിക്ക് വലിയ പിന്നെ എന്താ പറയുക, ഒരു ദ്രോഹം ചെയ്തൊരു പ്രസ്താവനയായിപ്പോയി. അത് വലിയ തിരിച്ചടി ഉണ്ടായൊരു പ്രസ്താവനയായിപ്പോൾ. എന്താണെന്നറിയാമോ? 200 ദിവസം ജോലി ചെയ്തിട്ട് 365 ദിവസം ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞു. ആരെയാണ് ഉദ്ദേശിച്ചെന്ന് അറിയാമല്ലോ? അധ്യാപകരെയൊക്കെ അടക്കമുള്ള വിഭാഗങ്ങളെ ഉദ്ദേശിച്ച്. 2 മാസം വേനൽ അവധിയുണ്ട്, പിന്നെ കൃത്യമായിട്ട് പിന്നെ ക്രിസ്മസ് വെക്കേഷൻ ഉണ്ട്, ഓണം വെക്കേഷൻ ഉണ്ട്, ഇത് കൂടാതെ ആഴ്ചയിൽ 2 ദിവസം അവധിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ 365 ദിവസം ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞതിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത്തരത്തിലുള്ള സംഘടിത ശക്തികൾക്ക് എപ്പോഴും സർക്കാരിനെ അവരുടെ ചൂണ്ടുവിരലിൽ നിർത്താൻ കഴിയുന്നുണ്ട്. ഇതൊരു പാവപ്പെട്ട തൊഴിലാളി വിഭാഗമാണ്, അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ഇൻസെൻറ്റീവും ഓണറേറിയവും വാങ്ങിച്ച് ജീവിച്ചു പോകുന്ന ആളുകളാണ്. പക്ഷേ അവരുടെ പ്രശ്നം വളരെ ജെന്യൂനാണ്. അതിന് പിന്നെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട് അവരോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് ഒട്ടും തന്നെ പക്വതയുള്ളൊരു സമീപനമായിട്ട് ഞാൻ കാണുന്നില്ല. പ്രധാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ ഈ പറയുന്ന കോവിഡ് കാലത്ത് വലിയ രീതിയിൽ അംഗീകാരം നേടിയ ആളുകളാണല്ലോ നമ്മുടെ ഈ ആശാവർക്കർമാരെന്ന് പറയുന്നത്. അപ്പോൾ ആ വിഭാഗത്തെ വലിയ രീതിയിൽ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചുകൊണ്ട് പ്രകടനപത്രികയിൽ 700 രൂപയാക്കുമെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതേ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ നമുക്ക് ഓണറേറിയം തന്നാലേ നമുക്ക് കൂട്ടിക്കൊടുക്കാൻ കഴിയും, അങ്ങനെയുള്ള സാങ്കേതികത്വം ഒന്നും അല്ല പറയേണ്ടത്. നമ്മൾ കേരളം വേറൊരു മാതൃകയാണ്. ഇപ്പോൾ 1957 അധികാരത്തിൽ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭൂപരിഷ്കരണം നടപ്പാക്കിയില്ലേ? എന്നിട്ട് ആദ്യമായിട്ട് കുടിയാന്മാർക്ക് കുടിയടപ്പ് അവകാശം നൽകിയില്ലേ? കൃഷിക്കാർക്ക് കൃഷിഭൂമി നൽകിയില്ലേ? ആ രീതിയിൽ വലിയ മാതൃകയായിട്ടുണ്ട് കേരളം എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് തൊഴിൽ പിന്നെ കൂലി ഉറപ്പ് നൽകിയില്ലേ? ആ രീതിയിൽ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളൊരു സംസ്ഥാനമാണ് നമ്മൾ. നമുക്ക് കൃത്യമായി പ്രകടനപത്രികയിൽ പറഞ്ഞിരുന്നല്ലോ 700 രൂപ കൊടുക്കും എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കറിയില്ലേ ഈ സാങ്കേതികത്വം? എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ആളുകൾ അംഗീകരിക്കും, അതിൻ്റെ ഭാഗമായിട്ടൊരു തുടർഭരണവും ഉണ്ടായി. ആ കാലത്ത് നന്നായി പണിയെടുത്തിട്ടുള്ള ലോക ആരോഗ്യ സംഘടന വരെ അംഗീകരിച്ച വിഭാഗമല്ലേ ആശാവർക്കർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുന്ന സിദ്ധാന്തത്തെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇതാ തെരുവിലിറങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ടൊരു സമരമാണിത്. 232 രൂപയിൽ നിന്ന് അവരാവശ്യപ്പെടുന്നത് ഒരു ദിവസം 700 രൂപയാണ്. അവരുടെ പണി അത്രയും ഉണ്ട്. ആ രീതിയിലാണ് അവർ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ തന്നെയും വളരെ പ്രായാധിക്യമുള്ള ആളുകളുമാണ്. നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക, പിന്നെ അവരെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത ഒരു നല്ല ജനാധിപത്യ സമൂഹമായി നമുക്കുണ്ട്. അതിനോട് വളരെ പോസിറ്റീവായ സമീപനം സർക്കാർ എടുക്കണം. ഈ ഗൂഢാലോചന സിദ്ധാന്തമൊക്കെ മാറ്റിവെച്ചിട്ട് ആ പാവപ്പെട്ട സ്ത്രീകളോട് കാരുണ്യം കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അല്ലാത്ത പക്ഷം അത് ഒരു രാഷ്ട്രീയ വീഴ്ചയായി കൂടി മാറും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വർഷമാണ്. ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ സമരത്തെയൊക്കെ നോക്കിക്കാണുന്നുണ്ട്. തുടർ സമരങ്ങളൊക്കെ ഇനി ഇതിൻ്റെ പിന്നാലെ ഉണ്ടാകും. ഇപ്പോൾ അംഗനവാടി ജീവനക്കാരുടെ സമരം ഉണ്ടാകുന്നതിനെക്കുറിച്ചൊക്കെ രാഷ്ട്രീയമായ അഭിപ്രായം CPM പറയുന്നുണ്ട്. പ്രശ്നം ഈ സമീപനം ശരിയാണോ അല്ലയോ എന്നുള്ളത് ഭരണമുന്നണി എന്നുള്ള നിലയ്ക്ക് LDFും ഭരിക്കുന്ന സർക്കാരും ആലോചിക്കേണ്ടതുണ്ട്. ഇത് ഒരു ചെറിയ സമരമാണെങ്കിൽ കൂടിയും ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം, രാഷ്ട്രീയ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. സ്മൃതി, ഉറപ്പായിട്ടും രാഷ്ട്രീയ പ്രത്യാഘാതം വലുതായിരിക്കും. ഇന്നത്തെ സമരം എന്ന് പറയുന്നത് 36-ാം ദിവസം. നമ്മൾ തന്നെ ഈ വിഷയം പലതവണ ചർച്ചയ്ക്കെടുത്തല്ലോ. ഇന്നത്തെ സമരം സെക്രട്ടേറിയറ്റ് വളയിലായിരുന്നു. ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവിടെ ഇരുന്ന് സമരം ചെയ്യുന്നവരെക്കാൾ കൂടുതൽ ആശമാർ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയിരിക്കുന്ന ആശമാരുണ്ടായിരുന്നു. അത് 1000-ലധികം വരുന്ന ആശമാരാണെന്ന് സമരത്തിലുണ്ടായിരുന്നത്. ആ സമര വേദി, ആ സമരവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ദൂരേക്ക് അവരുടെ പ്രതിഷേധം നീങ്ങിപ്പോകുന്നു നമ്മൾ കണ്ടതാണ്. അവർക്ക് അഭിവാദ്യം അർപ്പിക്കാനെത്തിയവരും പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അവിടെ പെമ്പിളെ ഒരുമ സമരത്തിൻ്റെ സമരനായിക ഗോമതി വന്നിരുന്നു. ഗോമതി, നമുക്കറിയാം പെമ്പിളെ ഒരുമ സമരം ഒരു കാലത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സമരം. അതും ഈ പറയുന്ന പോലെ 1000 പങ്കെടുത്തൊരു സമരമൊന്നും ആയിരുന്നില്ല. എത്ര
കുറച്ച് സ്ത്രീകൾ ചെയ്ത സമരമായിരുന്നു. ആ സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അന്നത്തെ മന്ത്രി പറഞ്ഞ പ്രസ്താവന നമുക്ക് ഓർമ്മയുണ്ട്. രാത്രി ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്നറിയാം, വേറെ പണിയാണ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതാണ് ഈ സമരത്തെ അധിക്ഷേപിച്ചു കൊണ്ട് നിങ്ങളെ സ്വഭാവഹത്യ നടത്തിക്കൊണ്ട് ഇനിയും പ്രതികരണങ്ങൾ ഉണ്ടാകും, പക്ഷേ നിങ്ങൾ തളർന്നു പോകരുത് എന്നാണ് ഗോമതി ഇന്ന് അവിടുന്ന് പ്രസംഗിച്ചത്. അപ്പോൾ അവർക്ക് എത്രത്തോളം ഊർജ്ജം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് അവരുടെ കയ്യടിയിൽ നിന്നും അവരുടെ മുദ്രാവാക്യം വിളിയിൽ നിന്നും നമ്മൾ കണ്ടതാണ്. സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച അവിടെ പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട്, സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച രമേശ് ചെന്നിത്തല വരുന്നുണ്ട്, കെ രമ വരുന്നുണ്ട്, പിന്നീട് കെ സുരേന്ദ്രൻ വരുന്നുണ്ട്. BJP നേതാക്കൾ വന്നു പോകുന്നതിനെയാണ് CPM എപ്പോഴും ആവർത്തിച്ച് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, CPM അത് പറയുന്നതിൽ പകുതി ശരിയുമുണ്ട്. കാരണം BJP നേതാക്കൾ രാഷ്ട്രീയമായി ഒരു സമരത്തെ എങ്ങനെ മുതലെടുക്കാമെന്ന് അപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉറപ്പായും ആലോചിക്കും. അതിൻ്റെ ഭാഗമായി BJP വരുമ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും നേടിയെടുക്കേണ്ട കാര്യങ്ങൾ എത്രത്തോളം ഇവിടുത്തെ BJP നേതൃത്വം നേടിയെടുക്കാൻ സഹായിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. കേന്ദ്ര സഹമന്ത്രിയും വന്നല്ലോ. കേന്ദ്ര സഹമന്ത്രി പലതവണയായി വന്നു. ആശാവർക്കർമാർ കേന്ദ്ര സഹമന്ത്രിയെ വല്ലാതെ അംഗീകരിക്കുകയും അദ്ദേഹത്തിനൊപ്പം പാട്ടുപാടുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഒരു പ്രതീക്ഷ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുമെന്നുള്ളതുണ്ടായിരുന്നു. ഈ ഏറ്റവും ഒടുവിൽ അദ്ദേഹം വന്ന ശേഷം പറഞ്ഞിട്ടുള്ള കാര്യം, സർക്കാരിനൊരു തീരുമാനമെടുക്കാൻ സമയമൊക്കെ എടുക്കില്ലേ, അതിൻ്റേതായ സമയം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു തീയതി ഉറപ്പോ നാളെ ശരിയാക്കും എന്നുള്ള ഉറപ്പോ ഇല്ല. ഇൻസെൻറ്റീവ് വർധന എന്നുള്ളൊരു ഉറപ്പ് ഉണ്ടാകും എന്നുള്ളൊരു വാചകം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേന്ദ്രത്തിലായാലും. ഇനി കേരളത്തിന് തന്നിരിക്കുന്ന കുടിശ്ശികകളൊക്കെ തന്നു കഴിഞ്ഞു എന്നൊരു കണക്ക് കൂടി JP നഡ്ഡ പാർലമെൻറ്റിൽ പറഞ്ഞു. പക്ഷേ അതിൽ അവകാശ ലംഘനത്തിന് കേരളത്തിൽ നിന്ന് MP സന്തോഷ് കുമാർ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. ഇതൊക്കെയാണ് കണക്ക്. അപ്പോഴും നമ്മളാണല്ലോ കൂടുതൽ കൊടുക്കുന്നത് എന്നിവിടെ ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നല്ല നിലവാരത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്നു. പക്ഷേ ആശമാർക്ക് 7000 രൂപയുടെ നിലവാരത്തിൽ ജീവിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഗോമതി പറഞ്ഞത് 232 രൂപയ്ക്ക് ഒരു ദിവസം ജീവിച്ച് കാണിക്കൂ ആരോഗ്യമന്ത്രി, ആ പൈസയ്ക്ക് ജീവിച്ചൊന്ന് കാണിക്കാൻ പറ്റുമോ, നിങ്ങൾ ഈ സമരവേദിയിൽ വന്ന് അതൊന്ന് കാണിക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ഓരോ സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുള്ള കണക്കുകളെ സംബന്ധിച്ച് ആവർത്തിച്ച് സിക്കിം അത്ര കൊടുത്തിട്ടില്ല, കർണാടക അത്ര കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയും. നമ്മുടെ മുന്നിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച കണക്കുകളുണ്ട്. സിക്കിം സർക്കാർ ആശാവർക്കർമാർക്ക് 6000 രൂപയാണ് പ്രതിഫലം നൽകുന്നതാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് തെറ്റാണെന്നാണ് പാർലമെന്റ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ സഹമന്ത്രിമാരായ അനുപ്രിയ പട്ടേലും പ്രതാപ് റാവു ജാദവും ലോക്സഭയിൽ നടങ്ങിയ മറുപടി പറയുന്നത് സിക്കിം സർക്കാർ ആശാവർക്കർമാർക്ക് നൽകുന്ന സംസ്ഥാന വിഹിതം 10,000 രൂപയാണ്. ആന്ധ്രാപ്രദേശ് കേന്ദ്രത്തിന്റെ 3000 കൂടി ചേർത്ത് 10,000 രൂപ നൽകുന്നു എന്നുള്ളതാണ്. 2024 ഓഗസ്റ്റ് 2 ഈ വർഷം ഫെബ്രുവരി 7 മന്ത്രിമാർ ഈ വിവരം പാർലമെന്റിനെ അറിയിച്ചിട്ടുള്ളത്. മറുപടിയിൽ കേരളത്തിന്റെ വീതം പറഞ്ഞിരിക്കുന്നത് 6000 രൂപ എന്നാണ്. 7000 രൂപയായി കേരളം വർദ്ധിപ്പിക്കുന്നതിന് മുൻപുള്ള കണക്കാണ് അവിടെ പറഞ്ഞിരുന്നത്. ഇതോടൊപ്പം കേന്ദ്ര വിഹിതം 3000 രൂപയും 200 രൂപ ടെലിഫോൺ അലവൻസും കൂട്ടി 10,200 രൂപയാണ് കേരളം ആശാ വർക്കർമാർക്ക് നൽകുന്നത്. വിവിധ പദ്ധതികളിൽ അവർ പ്രകടിപ്പിക്കുന്ന മികവിന്റെ അടിസ്ഥാനത്തിലും കേന്ദ്രം ആനുകൂല്യം നൽകുന്നുണ്ട്. ഇത് പക്ഷേ മികവ് തെളിയിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം ആശാ വർക്കർമാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുക്കുന്നത് സിക്കിമാണ്. തൊട്ടു പിന്നിലുള്ളത് ആന്ധ്രാപ്രദേശാണ്. കേന്ദ്രം നിശ്ചിത വരുമാനമായി മാസം 2000 രൂപയാണ് ആശാ വർക്കർമാർക്ക് ആദ്യം പ്രഖ്യാപിച്ചത് ഇൻസെൻറ്റീവ്. പിന്നീട് പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1000 രൂപ കൂടി കൂട്ടിയിട്ടുണ്ട്. ആശാ വർക്കർമാരുടെ 80ഓളം പ്രവർത്തനങ്ങൾക്ക് 100 മുതൽ 5000 രൂപ വരെ ആനുകൂല്യമായും നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ഗുജറാത്ത്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആശാ വർക്കർമാർ സ്വന്തം പ്രവർത്തനത്തിലൂടെ നേടുന്ന കേന്ദ്ര വിഹിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നിശ്ചിത ശതമാനം ടോപ്പ് അപ്പ് തുകയാണ് ആനുകൂല്യം നൽകുന്നത്. ഇതൊക്കെ പോട്ടെ, ഓണറേറിയവുമായി ബന്ധപ്പെട്ടപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്ന വിഹിതമില്ല, കേന്ദ്രത്തിൽ നിന്ന് പണം നൽകാതെ 5 പൈസ കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷേ നമ്മൾ സർക്കാരിൻ്റെ പ്രയോറിറ്റി കാണുന്നുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ ബാക്കി 5 വർഷമായി കൂട്ടിക്കൊടുക്കാത്തതാണെന്ന് പറഞ്ഞിട്ട് PSC ചെയർമാനും PSC അംഗങ്ങൾക്കും കൂട്ടിക്കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൻ്റെ കാര്യത്തിൽ മാത്രം കയ്യിൽ 5 പൈസ ഇല്ല എന്ന് പറഞ്ഞതിൽ എന്ത് ന്യായമാണുള്ളത്? കൊടുക്കാൻ അപ്പോൾ അപ്പുറത്ത് എങ്ങനെയാണ് പൈസ ഉണ്ടായതെന്ന് ചോദ്യമുണ്ട്. അപ്പോൾ അവർക്കാണ് കൂട്ടിക്കൊടുക്കേണ്ടത്, അവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത് എന്ന പ്രയോറിറ്റിയാണ് സർക്കാർ നിശ്ചയിക്കുന്നത്. ഇനി ഇതിലെ പ്രതികാര നടപടി നോക്കൂ. ഇപ്പോൾ ഈ കുടിശ്ശിക കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ ഓണറേറിയം. ആ സമരം തുടങ്ങിയ സമയത്ത് ഓണറേറിയം കുടിശ്ശിക കൊടുത്തു. ആ കുടിശ്ശിക കൊടുക്കുന്നത് സമരത്തിൽ പങ്കെടുത്തവരെ ഒഴിവാക്കിയിട്ടാണ്. സമരത്തിൽ പങ്കെടുത്തവർക്ക് ഇതുവരെ ആ കുടിശ്ശിക കിട്ടിയിട്ടില്ല. അവർ പറയുന്നുണ്ട് ആ കുടിശ്ശിക ഞങ്ങൾക്ക് തരുന്നില്ല. സമരം ചെയ്യുന്നവർ ഫെബ്രുവരി അതെ സമരം ചെയ്യുന്നവരെ ഒഴിവാക്കിക്കൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി പ്രതികാര നടപടിയാണ്. ഇനി നേതാക്കൾ പറയുന്ന പ്രതികരണങ്ങൾ, ഈ പറയുന്ന CATU ആണല്ലോ മുൻപ് മറ്റു സംസ്ഥാനങ്ങളിൽ സമരത്തിന് നേതൃത്വം കൊടുത്തത് അല്ലേ? ഹരിയാനയിലെ സമരം, പശ്ചിമ ബംഗാളിലെ സമരം, ഇവിടെയൊക്കെ സമരം നടത്തിയ എന്തിനാണ്? കേന്ദ്ര സർക്കാരിനെതിരെയല്ല, ഓണറേറിയം കൂട്ടാൻ സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് സമരം നടത്തിയത്. അവിടെ നടത്തുന്ന സമരം നല്ല ഗംഭീര സമരവും ഇവിടെ എത്തുമ്പോൾ അതൊരു അരാജക സമരവുമാകുന്നു. സമരത്തിനെ വിവിധ ഭാഷകളിൽ വിളിച്ചൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ മാറി മാറി വന്നു. ഇപ്പോൾ സമരം ഇങ്ങനെ തുടർന്നാലും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് കൈമലർത്തുന്നു.
നിസ്സഹായാവസ്ഥ പറയുന്നു. പക്ഷേ ഇപ്പോഴും CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു അവിടെ SDP-യും ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ സമരത്തിൽ. എപ്പോഴും ശക്തമായ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സർക്കാരിനെ ഒന്ന് ഇളക്കുന്ന സമരങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ ഇത്തരം സംഘടനകളുടെ പേര് ചാർത്തുന്ന ഒരു രീതി പൊതുവെ CPM-നുണ്ട്, ഇടത് സർക്കാരുണ്ട്. അത് ശരിയാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴൊന്നും അവരാരും അത് ഏറ്റു പറയുന്നില്ല. കാരണം അതൊരു അബദ്ധമാണെന്നറിയാം. ഈ സമരം ചെയ്യുന്ന സ്ത്രീകൾ 36 ദിവസമായി വെയിലും മഴയും കൊണ്ട് സമരം ചെയ്യുന്ന സ്ത്രീകൾ വേറെ ആരോ കുത്തിയിളക്കി, വേറെ ആരോ എഴുതി കൊടുത്ത് പറയുന്ന കാര്യങ്ങളല്ല പറയുന്നത്. അവർക്ക് കൃത്യമായി അവരുടെ ആവശ്യം അറിയാം, അവരുടെ അനുഭവം അറിയാം, അവരുടെ ജീവിത നിലവാരം കൂട്ടേണ്ടതുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് ആ സമരം ഇനി വേറെ രൂപത്തിലേക്ക് മാറുന്നത്. ഇനി 20-ാം തീയതി മുതൽ നിരാഹാര സമരം എന്ന് പറയുമ്പോൾ ഈ സമര നേതാക്കളിൽ 3 പേർ ആദ്യഘട്ടത്തിൽ നിരാഹാര സമരം ഇരിക്കും. ആ നിരാഹാര സമരം അല്പസമയം കഴിയുമ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, അല്ലേ? അവരെ ആശുപത്രിയിലേക്ക് മാറ്റും. അതോടുകൂടി സമരം അവസാനിക്കുകയാണോ ചെയ്യുക? സമരം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ സ്വഭാവത്തിലേക്ക് ആ സമരം എത്തിക്കേണ്ടതുണ്ടോ എന്ന് സർക്കാരാണ് ആലോചിക്കേണ്ടത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ചിരുന്നു. അന്ന് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഉണ്ടായിട്ടില്ല. വീണ്ടും സംസാരിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഈ സംസാരത്തിലൂടെ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കളും സർക്കാരും കൂടി ചർച്ചയിലൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ സമരത്തെ അങ്ങനെ അവഗണിച്ച് കളയാവുന്ന ഒരു സമരമല്ല. ഇനി SUCA എന്ന സംഘടന BMS-ന്റെ വേഷം മാറി പ്രച്ഛന്ന വേഷത്തിൽ വന്ന സംഘടനയാണ് SUCA എന്ന് പറയുന്നത്. SUCA പല സമരങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. അത് ഇടത് സർക്കാരിനെതിരായ സമരമാകുമ്പോൾ, ഗവർണറെ കൂട്ടുപിടിച്ചിട്ടുള്ള സമരമാകുമ്പോൾ, ഇവിടെ നടക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ചില പ്രവണതകൾക്കെതിരെയുള്ള സമരമായിരുന്നു. ആ പ്രവണതകളും ശരിയല്ല, മുൻ ഗവർണർ എടുത്ത നിലപാടും ശരിയല്ല. അപ്പോൾ ഏതാണ് കൂടുതൽ ശരി എന്ന ചോദ്യമൊക്കെ വരുമ്പോൾ അത് വേറൊരു വിഷയമായി നിൽക്കുന്നു. പക്ഷേ SUCA എന്തായാലും BMS-ന്റെ വേഷം മാറി വന്ന ഒരു സംഘടനയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടുമില്ല. അവർ ഒരു സമരം ചെയ്താൽ അവർക്ക് സമരം ചെയ്യാൻ പാടില്ല. ഇവിടെ CITU മാത്രമാണ് ഇവിടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമരം ചെയ്യാൻ അധികാരമുള്ള ഒരു സംഘടന എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നു. ഇനി പറയുന്ന ഈ മാനദണ്ഡങ്ങളുണ്ടല്ലോ, ഈ 10 മാനദണ്ഡങ്ങൾ അങ്ങോട്ട് എഴുതി കൊടുത്ത് CITU ആണെന്നാണ് അവർ ഇപ്പോൾ ആരോപിക്കുന്നത്. അങ്ങോട്ട് എഴുതി കൊടുത്താണ് ഇങ്ങനെയൊക്കെ ചെയ്താലേ ഈ തുക കിട്ടുകയുള്ളൂ എന്ന് എഴുതി കൊടുത്തത്. അത് പിന്നീട് പിൻവലിച്ചതും CITU ആണ്. അപ്പോൾ അവർ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ആ മാനദണ്ഡം മാറ്റി, നിങ്ങൾക്ക് ഒരു ആവശ്യം ഞങ്ങളത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ആരാണ് പറഞ്ഞത്, ആരാണ് ആവശ്യപ്പെട്ടതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഈ സമരം കേരളം കാണുന്നുണ്ട്. കേരളത്തിൻ്റെ മുഴുവൻ പിന്തുണയും ആ സമരത്തിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാം. എൻ്റെ ഒരു സംശയം, എനിക്കൊരു പാനലിലേക്ക് ആർക്കെങ്കിലും ഒരു മറുപടി നൽകാൻ പറ്റിയാൽ നന്നായിരിക്കും. INTUC എന്താ ഈ സമരത്തിൽ ഇല്ലാത്തത്? പ്രതിപക്ഷ നേതാവും കോൺഗ്രസും സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയൻ സംഘടനയായ INTUCക്ക് ഈ സമരത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ സ്മൃതി? എനിക്കറിയില്ല. ഒറ്റ വാചകം ഞാനത് വായിക്കാം. സമരങ്ങൾക്ക് ഞങ്ങൾ എതിരല്ല, സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ ആശാവർക്കർമാർ ഇപ്പോൾ നടത്തുന്ന സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് യോജിക്കാൻ INTUCക്ക് കഴിയില്ല. INTUCയുടെ ഏത് നേതാവാണ് പറഞ്ഞത്? ചന്ദ്രശേഖർ എപ്പോഴും എടുക്കുന്ന നിലപാടുകൾ നമ്മുടെ മുന്നിലുണ്ട്. INTUC അവിടെയാണ് പ്രശ്നം. INTUCക്ക് ബോധ്യമാവാത്ത, CITUവിന് ബോധ്യമാവാത്ത ഒരു സമരം എന്ന നിലയിൽ തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. എന്നാൽ അതേസമയം തന്നെ അവരുടെ ആവശ്യം ന്യായവുമാണ്. ഇടവേള. വെൽക്കം ബാക്ക്. ആശാവർക്കർമാരുടെ സമരത്തെ അവഗണിക്കാനാകുമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അവഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ സമരത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് പലതവണ നമ്മൾ പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം കണക്ക് സഹിതം നേരത്തെ പറഞ്ഞതുപോലെ, ഈ 26,125 ആളുകൾക്കും നിലവിൽ കൊടുക്കുന്ന ഒണറേറിയം 21,000 വർദ്ധിപ്പിക്കുക എന്നതാണ് അവരുടെ ആവശ്യം. അതെന്തായാലും നടക്കാൻ പോകാത്തൊരു സാഹചര്യമാണ്. കാര്യം നിലവിൽ 13,500 രൂപയാണ് പരമാവധി കിട്ടുന്നത്. അതിൽ 21,900 ആളുകൾക്കും 10,000-നും 13,000-നും ഇടയിൽ ഓണറേറിയം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ മാസത്തെ കണക്കുദ്ധരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ 85 മുതൽ 87% ആളുകൾക്കും 10,000-നും 13,000-നും ഇടയിൽ ഓണറേറിയവും ഇൻസെൻറ്റീവും അടക്കം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കേരളത്തിൻ്റെ ഷെയർ എത്ര, കേന്ദ്രത്തിൻ്റെ ഷെയർ എത്ര എന്നുള്ളതാണല്ലോ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. കേരളത്തിൻ്റേത് നമ്മൾ പലതവണ പറഞ്ഞതുപോലെ കേരളത്തിൻ്റേത് ഓണറേറിയം എന്ന നിലയിൽ 7,000-ഉം ഇൻസെൻറ്റീവുകളുടെ എല്ലാം കൂടെ കൂട്ടി 2,200-ഉം അങ്ങനെ 9,200-ഉം കേന്ദ്ര സർക്കാരിൻ്റെ ബാക്കിയുള്ള വിഹിതവും ചേർത്താണ് 13,500 രൂപ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് പരമാവധി കിട്ടുന്ന 13,500-ൽ 9,200 രൂപയും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണ്. ഓണറേറിയവും അതേപോലെ വിവിധ സ്കീമുകളിലെ ഇൻസെൻറ്റീവുകൾ എന്ന നിലയിലുമാണ്, പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് എന്ന നിലയിലുമാണ്. ആ നിലയിൽ കേരളം കൊടുക്കുന്ന 7,000 യഥാർത്ഥത്തിൽ NHM നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ചട്ടപ്രകാരം കൊടുക്കേണ്ടതുണ്ടാവും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. അശ്വിനി കുമാർ കൊടുത്തിരിക്കുന്ന, അതായത് 2019 ലോക്സഭയിൽ കൊടുത്തിരിക്കുന്ന ഉത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാഷണൽ ഹെൽത്ത് മിഷനിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വിഹിതം 60-40 എന്നിങ്ങനെയാണ് ഇൻസെൻറ്റീവ് പ്രകാരം കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാർ 1,000 കൊടുത്താൽ
1000 ഇൻസെൻറ്റീവ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതിൽ 600 രൂപ കേന്ദ്ര സർക്കാരും 400 രൂപ സംസ്ഥാന സർക്കാരും കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ NHM മിഷൻ പ്രകാരം 2000 രൂപയാണ് കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവ് നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ പരമാവധി കേരളം കൊടുക്കേണ്ടത് 800-ഉം കേന്ദ്രം കൊടുക്കേണ്ടത് 1200-ഉമാണ്. ഈ സാഹചര്യത്തിലാണ് കേരളം നിലവിൽ 9200 രൂപ ഒണറേറിയവും ഇൻസെൻറ്റീവുമായി കൊടുക്കുകയും ഏകദേശം ബാക്കിയുള്ള തുക 13500-ൽ ബാക്കിയുള്ള തുക മാത്രം കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവും ആയി കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അതിന് ആശാവർക്കർമാർ പറയുന്ന വളരെ ന്യായയുക്തമായൊരു കാര്യമുണ്ട്. 14ഓളം വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലികൾ ഈ ആശാവർക്കർമാർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. അത് അവരുടെ ജോലി ബാഹുല്യം കൂട്ടിയിരിക്കുന്നു. മറ്റേതെങ്കിലും സ്ഥിര തൊഴിലിൽ അവർക്ക് ഏർപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ഈ സാഹചര്യത്തിൽ നമ്മൾ കൂട്ടി വായിക്കണം. അതുകൊണ്ട് ന്യായമായും അവർക്ക് വേതനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, അവരുടെ വിഹിതം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് ആര് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സ്വാഭാവികമായും സമരം ചെയ്യുന്നവർക്ക് ഡൽഹിയിൽ പോയി സമരം ചെയ്യണോ, തിരുവനന്തപുരത്ത് സമരം ചെയ്യണോ എന്നുള്ളത് അത് അവരുടെ ചോയ്സാണ്. അവർ സർക്കാരുകൾക്കെതിരെയാണ് സമരം ചെയ്യുന്നത്. ആ സമരത്തെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. എന്നാൽ അതേസമയം കേന്ദ്രം ഭരിക്കുന്ന ഏജൻസികളും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളും തുടർച്ചയായിട്ട് സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമ്പോൾ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് നമ്പർ 1. നമ്പർ 2, അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷം എത്തുകയും പ്രതിപക്ഷത്തിൻ്റെ ട്രേഡ് യൂണിയന് മറ്റൊരു കാഴ്ചപ്പാട് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ തുറന്നു പറയേണ്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇതിനെ ഒരു രാഷ്ട്രീയ സാധ്യതയായിട്ട് മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇത് സമരം ചെയ്യുന്ന ആശാവർക്കർമാരിൽ ചിലർ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ വിഷയമായി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും സംസ്ഥാന സർക്കാരിന് ഇവരുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. കാരണം 1ാം പിണറായി സർക്കാരിന് ശേഷം 2ാം പിണറായി സർക്കാർ വരുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി കണക്കാക്കപ്പെടുന്ന സേവനങ്ങളിലൊന്ന് ആരോഗ്യ സേവനങ്ങളായിരുന്നു. വാതിൽപ്പടിയിലെത്തിയ ആരോഗ്യ സേവനങ്ങൾ, നിങ്ങളുടെ വീട്ടിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ച് തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ആശാവർക്കർമാർ ഒരു വലിയ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഭാഗമായി കൊടുക്കുമ്പോൾ ആശാവർക്കർമാരെ സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് വോട്ടർമാർ കണ്ടത്. അതുകൊണ്ട് ആ ആശാവർക്കർമാർ വീട്ടിൽ വരുമ്പോൾ സർക്കാർ വീട്ടിൽ വരുന്നു എന്നതായിരുന്നു പ്രതീതി. അതുകൊണ്ട് തന്നെയാണ് ആശാവർക്കർമാർക്കും ഒരു നിശ്ചിത ശതമാനമുണ്ട് ഈ സർക്കാരിന് കിട്ടിയ വോട്ട് വിഹിതത്തിൽ എന്നാണ് ഞാനും കണക്കാക്കുന്നത്. എന്നാൽ അത് സർക്കാർ കാണാതിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിപ്പോൾ 36 ദിവസമാകുമ്പോഴാണ് 10 മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. അത് നേരത്തെ തന്നെ സർക്കാരിന് ചെയ്യാമായിരുന്നു. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതേസമയം തന്നെ നിർമ്മലാ സീതാരാമനുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞു. ആരോഗ്യമന്ത്രിയുമായിട്ടൊരു ചർച്ചയ്ക്ക് ഇനിയും കേരളം തയ്യാറായിട്ടില്ല. ഈ വിഷയം കേന്ദ്രത്തെ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാട് ഉണ്ടാവുന്നില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി നമുക്ക് കിട്ടേണ്ട 636.88 കോടിയാണ് ആരോഗ്യ മേഖലയിലെ വിവിധ മേഖലകളിൽ കോ ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് 2023-24 ഫിനാൻഷ്യലിൽ എന്ന് പറഞ്ഞാൽ ആ തുക യിൽ ഒരു നിശ്ചിത വിഭാഗം ഈ ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവായിട്ട് കൊടുക്കാനുള്ള തുക കൂടിയാണ്. ഇത് നിയമസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യമാണ്. ഇത് പക്ഷേ JP നദ്ദ നിഷേധിച്ചു. അതിനാണ് ഇന്നിപ്പോൾ അവകാശ ലംഘന നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. 636.88 രൂപ ആരോഗ്യ മേഖലയിൽ മാത്രം കേന്ദ്ര സർക്കാർ കൊടുക്കാനുണ്ട്. ഇനി മൊത്തം സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താലോ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ 90,000 കോടിയുടെ കുറവാണ് ഈ ബഡ്ജറ്റിൽ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കാണാതെ കേവലം കേരള സർക്കാരിനെ മാത്രമായി കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരം എന്ന രീതിയിൽ കൂടി അതിനെ കാണുന്നുണ്ട്, കാണേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷെ അതൊന്നും സമരത്തിലെ അവരുടെ ആവശ്യത്തെ ഒട്ടും കുറയ്ക്കുന്നില്ല. അതേസമയം INTUC പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ്, അതായത് പ്രതിപക്ഷ തൊഴിലാളി സംഘടനയായ INTUC പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. യഥാർത്ഥത്തിൽ ഈ സമരം ചെയ്യേണ്ടിയിരുന്നത് അവരെ തൊഴിലാളികളാക്കി മാറ്റുക എന്ന ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ്. ഇപ്പോൾ അടിസ്ഥാന ശമ്പളം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ, LDFിൻ്റെ പ്രകടന പത്രികയിൽ ഇങ്ങനെയല്ല പറയുന്നത് കേട്ടോ. മിനിമം വേജസ് ആക്കണം എന്നാണ് പറയുന്നത്. മിനിമം വേജസ് ആക്ടിൻ്റെ പരിധിയിൽ ആര് വരില്ല? ആശാവർക്കർമാർ വരില്ല. അപ്പോൾ LDFിൻ്റെ പ്രകടന പത്രികയിൽ ആശാവർക്കർമാർക്ക് 700 രൂപ കൊടുക്കാമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പകരം എന്താ, മിനിമം വേജസ് ആക്ട്, മിനിമം വേജസ് 700 രൂപയാക്കി മാറ്റണമെന്നാണ്. ഒരു കോളത്തിലാണ് അത് പറയുന്നത്, ഒരു ഖണ്ഡികയിലാണ് അത് പറയുന്നത്. പക്ഷേ മിനിമം വേജായി 700 രൂപ ഇവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ വേജ് ഏൺ ചെയ്യുന്ന എംപ്ലോയീസ് ആയിട്ട് പ്രഖ്യാപിക്കണം. പക്ഷേ എംപ്ലോയീസ് ആയിട്ട് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ NHMൻ്റെ സ്കീം പ്രകാരം കേന്ദ്ര സർക്കാരിനെ കഴിയൂ, അത് സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അത് കേന്ദ്ര സർക്കാർ മാത്രം വിചാരിച്ചാൽ നടപ്പാവുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ നമ്മൾ
തയ്യാറാവുന്നില്ല. ഞാൻ പറയുന്നത് അടിസ്ഥാനമായി ആശാവർക്കർമാരെ രാജ്യവ്യാപകമായി അവർ 5 വർഷത്തിൽ കൂടുതൽ തുടർച്ചയായി പണി ചെയ്യുന്നവരാണ് പലരും. അവർ ഇതിനകം തന്നെ അവർ അർഹരാണ് കേന്ദ്ര സർക്കാരിൽ മിനിമം അറ്റൻഡർ തസ്തികയിലെങ്കിലും നിയമിക്കപ്പെടാൻ. അങ്ങനെയാണെങ്കിൽ 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നടപ്പാക്കിയ പശ്ചാത്തലത്തിൽ 23,000 രൂപ പ്രതിമാസം അവർക്ക് ശമ്പളം തന്നെ കിട്ടും. എല്ലാ അവധിയോടും കൂടിയുള്ള ശമ്പളം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യമാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. ഇനി 700 രൂപ വീതം ഒരു ദിവസം കിട്ടില്ല, 21,000 കിട്ടില്ല ആശാവർക്കർമാർക്ക്. കാര്യം എന്താ? ശനിയും ഞായറും നിങ്ങൾ പണിയെടുത്തില്ലെങ്കിൽ ആ ദിവസത്തെ ശമ്പളം കുറയും. കാര്യം അവരെ വേജസിൻ്റെ പരിധിയിലല്ല പെടുത്തുന്നത്, ഒണേറിയത്തിൻ്റെ പരിധിയിലാണ് പെടുത്തുന്നത്. ആ ഒണേറിയത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയാൽ, ഇൻസെൻറ്റീവിൻ്റെ പരിധിയിൽപ്പെടുത്തിയാൽ അവർക്ക് 21,000 കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ സമരം കുറച്ചുകൂടി ശക്തമാക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതവരെ തൊഴിലാളികളാക്കുക എന്നൊരാവശ്യത്തെ കൂടി മുൻനിർത്തിക്കൊണ്ടാവണം ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ താഴെത്തട്ടിലേക്ക് എത്തുന്ന ഈ സേവനദാതാക്കളെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സിക്കിമിൻ്റെ കാര്യത്തിൽ നേരത്തെ ഒരു കണക്ക് പറഞ്ഞു. പക്ഷേ സിക്കിമിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഒടുവിലിറങ്ങിയിരിക്കുന്ന കണക്ക് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് 11/3/2025 വന്നിരിക്കുന്ന കണക്ക് പ്രകാരം സിക്കിം കൊടുക്കുന്ന തുക മന്ത്ലി ഫിക്സഡ് ഓണറേറിയം ഓഫ് 6,000 ഡിസ്ബേഴ്സ്ഡ് ഫ്രം സ്റ്റേറ്റ് ഫണ്ട് എന്നാണ്. റീസെൻ്റ്ലി ഗവൺമെൻറ് ഓഫ് സിക്കിം അനൗൺസ് ഹൈക്ക് ഇൻ ഫിക്സഡ് ഓണറേറിയം ഫ്രം 6,000 to 10,000. അത് ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്നാണ് NHMൻ്റെ മിഷൻ ഡയറക്ടർ കത്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ അവകാശ ലംഘന നോട്ടീസ് അത് ഉന്നയിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും പാലക്കാട് MLAയും നൽകിയിട്ടില്ല എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട്. ഇനി കോൺഗ്രസ് ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ കൂടി ആ കണക്കെന്ന് പറയാം. ഹിമാചൽ പ്രദേശിൽ 5,720 ഓണറേറിയം, കർണാടകയിൽ 6,000 ഓണറേറിയം, തെലങ്കാനയിൽ 6,750 ഓണറേറിയം, കേരളത്തിൽ 7,000 + 2,400 9,400 രൂപയാണ് കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഫണ്ടിൽ നിന്ന് ഇൻസെൻറ്റീവായിട്ടും ഒണേറിയമായിട്ടും കൊടുക്കുന്നത് എന്ന കണക്ക് കൂടി നമ്മുടെ മുന്നിലുണ്ട്. കർണാടക സമരം ചെയ്തു, 5 ദിവസം സമരം കഴിഞ്ഞപ്പോൾ 10,000 കൂട്ടിക്കൊടുത്തു. കേന്ദ്ര സർക്കാരിൻ്റെ ഇൻസെൻറ്റീവ് ഉണ്ടോ? അല്ല, ഓണറേറിയത്തിന്റെ കാര്യം. മൊത്തം എത്രയാണ് കൊടുക്കുന്നത്? ഓണറേറിയം 10,000 ആക്കി എന്നാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. 6,000 സ്റ്റേറ്റ് ഫണ്ടും ഇൻസെൻറ്റീവും അടക്കമല്ലേ ഈ പറയുന്ന 10,000 കൊടുക്കുന്നത്. അതേസമയം കേരളത്തിൽ എത്രയാണ് കിട്ടുന്നത്? 13,500. സ്റ്റിൽ കേരളം മുൻപിലാണ്. 13,500 കിട്ടുന്നില്ല എന്നുള്ള കണക്കാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക എന്നുള്ള ആവശ്യം ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുമ്പോൾ അത് വേണ്ടത് തന്നെയാണ്. പക്ഷേ അവർ ഉന്നയിക്കുന്ന ആവശ്യത്തിൽ ഓണറേറിയം കൂട്ടുക, അവർ പിരിയുമ്പോൾ അവർക്ക് കിട്ടേണ്ട 5 ലക്ഷം, ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നതാണ് അവരുടെ ആവശ്യം. സമരത്തിലെ ആവശ്യം അതാണ്. സമരത്തിലെ ആവശ്യം പുതുതായിട്ട് ഇടത് സർക്കാർ അങ്ങോട്ടേക്ക് എടുത്തു കൊടുക്കുകയല്ല വേണ്ടത്. അവർ ചെയ്യുന്ന ആവശ്യങ്ങളാണിത്. നമ്മൾ തർക്കിച്ചിട്ട് കാര്യമല്ലോ. കണക്കവിടെ ഉണ്ടല്ലോ. 13,500 പരമാവധി കിട്ടുന്നു. ആ കിട്ടുന്നവരുടെ എണ്ണം നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായി കഴിഞ്ഞ മാസത്തിന്റെ കണക്ക് വെച്ച് ഡിസംബറിൽ ലഭിച്ച ഓണറേറിയം വെച്ച് പറയുന്നത് 1097 പേർക്ക് 13,000 മുകളിൽ കിട്ടിയിട്ടുണ്ട്. 21,900 പേർക്ക്, അതായത് 85% ആശാവർക്കർമാർക്കും 10,000-നും 13,000-നും ഇടയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എന്ന് പറഞ്ഞാൽ 10,000-ന് മുകളിൽ ആശാവർക്കർമാർക്ക് ഓണറേറിയമോ ഇൻസെൻറ്റീവായിട്ടോ കൊടുക്കുന്നൊരു സംസ്ഥാനം കേരളമാണ്. അത് നമ്മുടെ മുന്നിലുണ്ട് എന്ന് കരുതി ആ പണം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്. പക്ഷേ അവർക്ക് 21,000 ഓണറേറിയം കൊടുക്കുക എന്നുള്ളത് ദാറ്റ്സ് എൻ ഇംപ്രാക്ടിക്കബിൾ സൊല്യൂഷൻ. നമ്മളൊരു സമരം ചെയ്യുമ്പോൾ അതിനൊരു സൊല്യൂഷൻ വേണം. അവരതിന് പറയുന്ന ന്യായം ഞാൻ പറയാം. അത് സർക്കാർ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പമാണ്. കാരണം 100 രൂപയായിരുന്നു 18 വർഷം മുൻപുണ്ടായിരുന്ന ഓണറേറിയം. VS വന്നപ്പോൾ അത് 300 രൂപയാക്കി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 500 രൂപയായിരുന്നു. അവരുടെ സർക്കാർ അധികാരം ഒഴിഞ്ഞപ്പോൾ 700 രൂപയാക്കി. ഇത്രയും വർഷം കൊണ്ടാണ് 7,000 രൂപയാക്കിയത്. ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോഴും 7,000 രൂപയായിരുന്നില്ല. ഈ തുക കിട്ടുന്നതിലും നിബന്ധനകളുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ നിബന്ധനകൾ പാലിച്ച് അതിൽ പകുതിയെങ്കിലും വേതനം ലഭിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. സർക്കാരിന്റെ കാലത്ത് അവസാനം 700 രൂപയായിരുന്നല്ലോ. അതാണല്ലോ പിന്നീട് പടിപടിയായി വർദ്ധിപ്പിച്ച് 1,000 എന്നിങ്ങനെ ഓരോ വർഷമായിട്ട് ഓണറേറിയം വർദ്ധിപ്പിച്ചു വന്നത്. ആ സാഹചര്യത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിനുള്ള മൊത്തം ഗ്രാന്റ് കേന്ദ്രത്തിൽ 90,000 കോടി രൂപ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരളം കടന്നു പോകുന്നത്. ഇവിടെയല്ലേ ന്യായമായ ആവശ്യമല്ലേ ഇവരെ തൊഴിലാളികളായി പരിഗണിക്കുക എന്നുള്ളത്? സ്മൃതിയുടെ ആവശ്യമല്ലേ, എൻ്റെ ആവശ്യമല്ലേ, നമ്മുടെ എല്ലാവരുടെയും ആവശ്യമല്ലേ? പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഓണറേറിയം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് നടക്കുമോ എന്നുള്ള കാര്യം. അങ്ങനെ കേരളത്തിൽ മാത്രമായിട്ട് ഓണറേറിയം സംസ്ഥാനങ്ങളിൽ സമരം ചെയ്ത ഓണറേറിയത്തിന് വേണ്ടിയല്ല. അതെന്താണ് പ്രശ്നം? അവിടെ INTUC എന്താ സമരം ചെയ്തത്? INTUCയുടെ കാര്യമില്ല. CITU ഹരിയാനയിലും പശ്ചിമ ബംഗാളിലും നടന്ന സമരം എന്തായിരുന്നു? അവരിപ്പോഴും കൊടുത്തിരിക്കുന്നത് എന്താ? CITUയുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എന്താ? അവരെ തൊഴിലാളികളായി പരിഗണിക്കണം എന്നുള്ളതാണ്. അവർ തൊഴിലാളികളായി പരിഗണിക്കുമ്പോഴല്ലേ മിനിമം വേജസ് ആക്ടിൽ 700 എന്ന കണക്ക് വരൂ. മിനിമം വേജസ് ആക്ടിൽ അവർ അർഹരാക്കണ്ടേ?
ഓണറേറിയത്തിന് അവർക്ക് ഏതെങ്കിലും തരത്തിൽ നിയമപരമായ അത് mandate right അത് ഉണ്ടോ? കേന്ദ്ര സർക്കാരിനോടുള്ള ആവശ്യമാണല്ലോ. കേന്ദ്ര സർക്കാരിന് മുന്നിലല്ല സമരം ചെയ്തത്, സംസ്ഥാന സർക്കാരുകളോടാണ് സമരം ചെയ്തത്. ഓണറേറിയം കൂട്ടാനാണ് സമരം ചെയ്തത്. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് നമ്മുടെ മുന്നിലെ ആവശ്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് 21,000 രൂപ ഓണറേറിയം എന്ന രീതിയിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആവശ്യത്തിലല്ല പോകേണ്ടത്. അവരെ തൊഴിലാളികളായി പരിഗണിക്കുക, അവരെ തൊഴിലാളികളെ മിനിമം വേജസ് ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക, അവർക്ക് എല്ലാവിധമായിട്ടുള്ള ആനുകൂല്യങ്ങളും അവധി ദിവസങ്ങളടക്കമുള്ള ആനുകൂല്യങ്ങളടക്കമുള്ള തൊഴിലാളികളായിട്ട് അവരെ പരിഗണിക്കുക എന്നുള്ളതാണ് അതിലത്തെ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള വശമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അവഗണിക്കാനാകുമോ എന്ന ചോദ്യത്തിന് അവഗണിക്കാനാവില്ല എന്നാണ് എൻ്റെ ഉത്തരം. Meet the editors.